ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്കിത് വെണ്ടയ്ക്ക കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക വാഷ് ചെയ്ത ശേഷം ചെറുതായി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 2 ടീസ്പൂൺ അളവ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് അത് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ്. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ സബോള അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ സബോളയുടെ പകുതി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ആ സബോള ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഒരു പകുതി തക്കാളി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി നിങ്ങളുടെ എടുക്കുന്ന വെണ്ടയ്ക്കയോടതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുറവായിട്ട് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ അളവ് മുളക് പൊടി, 1 ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവ് ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചുരയി വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് തേങ്ങയുടെ നിങ്ങളുടെ അളവിന് വേണമെന്നുള്ള ആ അളവിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഉപ്പ് ഏതോ ടേസ്റ്റ് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കൊണ്ടിട്ടുള്ള ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല വെറൈറ്റി, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചോറിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.